പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണോ? പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ തിങ്കളാഴ്ച വരെയും കാത്തിരിക്കണം. തികഞ്ഞ ആസൂത്രണത്തോടെ ക്രൂരമായി നടത്തിയ കൊലപാതകത്തിന് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഗ്രീഷ്മയുടെ പ്രായം, ഭാവി, തുടർ പഠനം എന്നിവയെല്ലാം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്കൊരു ഘട്ടത്തിലും മനസ്താപമുണ്ടായില്ല. പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാകും കോടതി തിങ്കളാഴ്ച വിധി പറയുക. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് കനത്ത പോലീസ് സുരക്ഷയിലാണ് രാവിലെ 10:30 ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ എത്തിച്ചത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചു. 11:16 കേസ് പരിഗണിച്ചു. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പ്രതിക്കൂട്ടിൽ ഗ്രീഷ്മയും അമ്മാവനും. ഷാരോൺ രാജ് വധക്കേസിൽ കൊല ചെയ്യപ്പെട്ടത് സ്നേഹമാണെന്നും നിഷ്കളങ്കനായ യുവാവിനെ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി കാപ്പിക്കെന്ന കളനാശിനി കലർന്ന കഷായം അമിത അളവിൽ നൽകി മരണം ഉറപ്പുവരുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെയൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാനാകൂ. 2022 ഒക്ടോബർ 14 വിഷം കലർത്തിയ കഷായം കുടിച്ചതിന് പിന്നാലെ 11 ദിവസം ഷാരോൺ അനുഭവിച്ച മരണവേദന സമാനതകൾ ഇല്ലാത്തതാണ്. ചുണ്ടുമുതൽ അടിവയർ വരെ ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റ് രക്തസ്രാവത്തെ തുടർന്നാണ് യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ കൊടും ക്രൂരകൃത്യത്തിന് വധശിക്ഷ നൽകാൻ കോടതി തയ്യാറാകണമെന്നും പ്രോസിക്യൂഷൻ അതേസമയം പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഷാരോൺ രാജ് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന സ്ഥിതി വന്നതോടെയാണ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത ഗ്രീഷ്മ ഇത്തരമൊരു കുറ്റകൃത്യത്തിന് മുതിർന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രണയം നടിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച യുവതിയുമൊത്തുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരോൺ മൊബൈലിൽ പകർത്തി. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടേണ്ടെന്ന നിലപാടായിരുന്നു ഷാരോണിനെന്നും പ്രതിഭാഗം. ഒഴിഞ്ഞു പോകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും യുവാവ് വഴങ്ങിയില്ല. ഒടുവിൽ ആത്മഹത്യ മാത്രം പോംവഴിയെന്ന സ്ഥിതിയിലേക്ക് പെൺകുട്ടിയെത്തി. ഇതോടെയാണ് കുറ്റകൃത്യത്തിന് നിർബന്ധിതമായത്. പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഭാവിയും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് ഗ്രീഷ്മ ജഡ്ജിക്ക് മുമ്പാകെ മൊഴി നൽകി. മാധ്യമ വാർത്തകൾ മാത്രം അടിസ്ഥാനമാക്കി കേസിൽ വിധി പറയാനാകില്ലെന്നായിരുന്നു നെയ്യാറ്റിൻകര സെഷൻസ് ജഡ്ജി AM ബഷീറിന്റെ പ്രതികരണം. കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്ന കേസിൽ തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിക്കും. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.